പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ ധ്യാനത്തിലെല്ലാം എൻ്റെ മക്കള് ഉടമ്പടിയുടെ ഒരു ഹൃദയം എന്താണെന്ന് അറിയണം. ഉടമ്പടിക്ക് 2 അവയവങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ മനുഷ്യന് 2 ഫാക്കൽറ്റി ഇല്ലേ, 2 കഴിവ് പ്രാഭവ കേന്ദ്രമുണ്ട് നമ്മുടെ. എന്താണ്? ഒന്ന് നമ്മുടെ വിൽ, മനസ്സ്. രണ്ടാമത്തെ നമ്മുടെ ഇൻ്റലക്റ്റ്, ബുദ്ധി, അല്ലേ? മനുഷ്യന് 2 ഫാക്കൽറ്റി ഉണ്ട്. ഇവിടെ നിന്നാണ് തിയറി ഉണ്ടാകുന്നത്, തലയിൽ നിന്നല്ലേ ആശയങ്ങൾ ഉണ്ടാകുന്നത്, ഹൃദയത്തിൽ നിന്നാണ് പ്രയോഗം ഉണ്ടാകുന്നത്. ഇച്ഛാശക്തി എന്ന് പറയത്തില്ലേ, വിൽ. അത് എവിടെയാണ്? ഇപ്പോൾ ബുദ്ധിപരമായിട്ട് ശരിയാണെങ്കിലും ചിലർ പറയില്ലേ, ഓ എനിക്ക് മനസ്സില്ല, ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായിട്ടും ആശയപരമായിട്ടും തിയററ്റിക്കലായിട്ടും സൈദ്ധാന്തികമായിട്ടും ഇറ്റ്സ് ഓക്കെ, പക്ഷേ എനിക്കതിനുള്ള ഇച്ഛാശക്തി ഇല്ല എന്ന്. ഇപ്പോൾ 2 ഫാക്കൽറ്റി മനുഷ്യന് വേണം ഒരു ആക്ഷൻ സംഭവിക്കണമെങ്കിൽ. ഉടമ്പടിക്കും 2 ഫാക്കൽറ്റി ഉണ്ട്. എന്താണ്? ഒന്ന് അതിൻ്റെ നിബന്ധനകളാണ്. അതാണ് നിബന്ധനകൾ വളരെ കാര്യം. നിബന്ധനകൾ 6 ഉണ്ട് നമുക്ക്. ആ നിബന്ധനകളെല്ലാം എന്താ? ഒറ്റ വാക്കാണ് നിബന്ധന. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. മരിയൻ ഉടമ്പടിയും ബൈബിളിലെ സാധാരണ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ഉടമ്പടി നോഹിൻ്റെ കാലം മുതൽ, എബ്രഹാത്തിൻ്റെ കാലം മുതൽ, മോസസിൻ്റെ കാലം മുതൽ ഇങ്ങനെ ദൈവം ജനത്തോട് ബന്ധപ്പെടുന്ന ഒരു പൊതു ഫോർമാറ്റാണ്, ഒരു പൊതു ഫോർമുലയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷയം മനുഷ്യൻ വാഗ്ദാനം പ്രാപിക്കാൻ മനുഷ്യൻ, ഇപ്പോൾ എബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിച്ചത്? വിശ്വാസം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. പക്ഷെ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഒരു വിഷയമുണ്ട്. എന്താണ്? അതിൻ്റെ സമയം അപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എബ്രഹാത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ മേൽ പ്രാപിക്കാൻ സമയത്തിൻ്റെ മേൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇസഹാക്ക് ജനിക്കാൻ താമസിച്ച കൊണ്ട് സാറ എബ്രഹാത്തിനെ സമ്മർദ്ദത്തിലാക്കി ഹാഗറിനെ കൊണ്ട് കുഞ്ഞിനെ പ്രസവിപ്പിച്ചത്. ആ സമയത്തിന് മേൽ കൺട്രോൾ ഇല്ലാതെ വന്നപ്പോൾ സംഭവിച്ച വിഷയമാണത്. പക്ഷെ മരിയൻ ഉടമ്പടിയിലാകുമ്പോൾ നമ്മുടേത് എന്താ? മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി പ്രത്യേകത എന്താണ്? സമയത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരമാണത്. അതാണ് സാധാരണ ഉടമ്പടിയും മരിയൻ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. സമയമായില്ല എന്ന് അമ്മ ഈശോയോട് പറയുമ്പോഴേ, ഈശോ അമ്മയോട് പറയുമ്പോഴേ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളാണ്. ആദ്യം ലൂക്ക 1:28 ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. എൻ്റെ ദൈവവേദനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? കൃപ നിറയുകയാണ്. കൃപ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ജ്ഞാനവും നിറയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അമ്മയ്ക്ക് മനസ്സിലായി സമയമാകാത്തൊരു വിഷയമാണ് ഈശോൻ്റെ ജീവിതത്തിലെ പരസ്യ ജീവിതം തുടങ്ങേണ്ട കാലം, പിതാവിൻ്റെ മനസ്സിലുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം, വീര്യപ്രവർത്തികളുടെ കാലം, അത് പിതാവിൻ്റെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്. ആ സമയത്തെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാന ഉപദേശമാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. അല്ല വെള്ളം കോരാനും പണി നിറക്കാനുമുള്ള വിഷയമല്ലത്. ബൈബിൾ ആകമാനം ഉപയോഗിക്കുന്ന വാക്കാ. ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി സീനായ മലമുകളുടെ താഴ്വരയിൽ സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്?
മോസസിനെ അവർ കൊല്ലാൻ, രഹസ്യമായിട്ട് കൊല്ലാൻ തീരുമാനിക്കും. അവരുടെ മനസ്സതാണ് വെളിപ്പാക്കുന്നത്. എന്താ കാര്യം? വാഗ്ദാന നാട് പ്രാപിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജെറിക്കോ കോട്ടയാണ്. ജെറിക്കോ കോട്ട രാക്ഷസന്മാരുടേതാണ്. അവർ യുദ്ധ നൈപുണ്യമുള്ളത് കാരണം ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രയേലിന് യുദ്ധത്തിൻ്റെ പരിപാടിയല്ലായിരുന്നു. ഈജിപ്തിലെ അവർ ഇഷ്ടിക പണിക്കാരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജെറിക്കോ കോട്ടയിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഇവരെ കൊന്നു കളയും. ബാക്കി കുറേ പേര്, 1-2 പേര്, 1,00,000 പേര് അവശേഷിച്ചാലും ജോർദാൻ നദി ചെല്ലുമ്പോൾ അവിടെയും പ്രശ്നമാകും. എന്താണ്? ജോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ ആൾക്കാരെ എത്ര വള്ളത്തിനകത്തോട്ട് കിടക്കാൻ പറ്റും? വള്ളമില്ലെങ്കിൽ ഇപ്പോൾ ഇന്നലാ മാർഗം നീന്തിപ്പോകാനേ പറ്റത്തുള്ളൂ. നീന്തി അക്കരത്ത് ചെല്ലുമ്പോൾ കാനാനിയൻസ് ഉണ്ട്, ജബൂസിയരുണ്ട്, ഫിലിസ്തീയരുണ്ട്. വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അതോടുകൂടി യാത്ര തീരും. ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ തടസ്സമായെന്നൊക്കെ ഉന്നയിച്ച് നോക്കുമ്പോഴേ നമ്മുടെ മുമ്പിലുള്ള പരിപാടി എന്താ? ഇവൻ്റെ പരിപാടി അങ്ങനെ തീർക്കുകയാണെങ്കിൽ, മോസസിൻ്റെ പരിപാടിയൊക്കെ തീർക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഈജിപ്തിലോട്ട് പോകാം. അവിടെ അടിമയായി ജീവിച്ചാലും കുഴപ്പമില്ല, ഭക്ഷണം കിട്ടും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാളയത്തി പടയായി. അതിൻ്റെ അങ്ങനെയുള്ള ഛിദ്ര ചിന്തകൾ ജനങ്ങളുടെ ഇടയിൽ വന്ന് നിരാശ പിടിച്ചിരിക്കുന്ന സമയത്ത് ആണ് മോസസ് ഉടമ്പടി മല അടിവാരത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം. എന്നിട്ട് യഹോവയുടെ തിരുസന്നിധിയിൽ കണ്ണീരിടും. ജീവിതം വഴിമുട്ടുമ്പോഴാണ് നീ ഉടമ്പടി മലയിൽ വരേണ്ടത്. കൈ അടിച്ച് കർത്താവിനെ ചൊല്ലി ഹല്ലേലൂയ. സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഒരുമിച്ച് എല്ലാവരും ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ജീവിക്കുന്ന അങ്ങയുടെ സന്നിധാനത്തിൽ ആരാധന നടത്തുന്ന ഓരോ മകനെയും മകളെയും നീ ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷ ലോകാന്തരങ്ങളിലെ ഇരുന്നു കൊണ്ട് മാധ്യമങ്ങളിലെ പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഒരുമിച്ച് പാടുക. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഇത്രയും വിഷമിക്കേണ്ട, നിൻ്റെ ചങ്ക് പതറേണ്ട കാര്യമില്ല. ജനങ്ങളോട് പറയണം, അവരുടെ ജീവിത പ്രതിസന്ധി പരിഹരിക്കാൻ ഞാൻ അവരുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ദൈവം നമ്മുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ്. ഞാൻ അവരുടെ കൂടെ വരും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാനവിടെ കൂടെ വരുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ വ്യഭിചരിക്കാൻ പാടില്ല. അതാണ് ആദ്യം പറയണത്. പിന്നെ അവർ പരസ്പരം കൊല്ലാൻ പാടില്ല. പിന്നെ എന്താ? അവർ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. പിന്നെ എന്താ? എൻ്റെ സ്ഥാനത്ത് ആരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. പൊയ് ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കരുത്. ഞാനാണ് അവരുടെ ദൈവമെന്ന്. സുദുര ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. ശുദ്ധി ചെല്ലരും. ഓ ദിവ്യ
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമാതാവ് വഴി എനിക്ക് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് പുഷ്പകുമാരി. ഞാൻ നെയ്യാറ്റിൻകര ചാണി ക്രൈസ്റ്റ് നഗർ ചർച്ചിലെ അംഗമാണ്. എനിക്ക് ഉടമ്പടി വഴി 3 കാര്യങ്ങൾ സാധിച്ചു തന്നത് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായി, എൻ്റെ ഇളയ മകൻ MSc പരീക്ഷയ്ക്ക് അല്പം പ്രയാസമായിട്ട് പറഞ്ഞു. അവന് ഞാൻ കാശ് രൂപം കൊടുത്തയക്കും, പിന്നെ ഉടമ്പടി തൈലവും കുരിശ് വരച്ചാണ് അവനെ വിടുന്നത് പരീക്ഷയ്ക്ക്. അവൻ പരീക്ഷ പ്രയാസമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവൻ നല്ല മാർക്കോട് MSc പാസ്സായി. പിന്നെ മൂത്ത മകൻ വിവാഹം കഴിഞ്ഞ് 1.5 വർഷം ഏകദേശം ആയപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാതായിരുന്നു. വെറുതെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 2 പേർക്കും കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങൾ പറഞ്ഞു. മരുമകൾക്കാണെങ്കിൽ സിസ്റ്റും ഫൈബ്രോയിഡും, മകനാണെങ്കിൽ വെരിക്കോസ് വെയിൻ. 2 പേരും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്ത് മരുമോളെ കൊണ്ടുവിട്ടു. ഉടമ്പടി എടുത്ത് അത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മരുമോൾ 2 പേർക്കും സർജറിക്ക് ഡേറ്റ് തന്നു. മൂത്ത മകന് സർജറി ചെയ്യാൻ ഡേറ്റിന് തൊട്ട് മുമ്പേ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അവന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവൻ്റെ കൗണ്ടൊക്കെ നോർമലായി. പിന്നെ സർജറി വേണ്ടെന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ ഭർത്താവിനെ കുറച്ച് വസ്തു വിറ്റു. അത് വില കൊടുത്ത് വാങ്ങിയതാണ് എൻ്റെ ഭർത്താവ്. അത് 25 വർഷമായി. അത് പോക്ക് വരവ് ചെയ്യാനോ കരമടയ്ക്കാനോ പറ്റാതെ ഇരുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഉടനെ തന്നെ ആ വസ്തുവിന് കരമടയ്ക്കാനും അത് പോക്ക് വരവ് കരമടയ്ക്കാനും ആ വസ്തു വിൽക്കാനും സാധിച്ചു. ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞ ദൈവമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാണ് വിട്ടത്. പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് പാസ്സായത്. എൻ്റെ പേര് അഭയ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സിസ്റ്റം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത്യാവശ്യം വലിയ സിസ്റ്റമായിരുന്നു. അപ്പോൾ അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സർജറി ഇല്ലാതെ കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്നാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാനും ഹസ്ബൻഡും അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, നമുക്ക് വേറൊരു ഡോക്ടറിനെയും കൂടെ കണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ മാഡം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്റ് ഭയങ്കര വലുതാണ്, സർജറി എന്തായാലും വേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ സിസ്റ്റ് തനിയെ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡിനോട് എൻ്റെ കൂടെ 3 മാസം ഒരുമിച്ച് നിൽക്കണം. എന്തെങ്കിലും പ്രശ്നം പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ സർജറിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിന് എന്നിട്ട് കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ കൗണ്ട് നോർമൽ അല്ലായിരുന്നു, കൗണ്ട് കുറവായിരുന്നു. അപ്പോൾ ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു വെരിക്കോസീലാണ്, ഹസ്ബൻഡിന് സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 4-ാം തീയതി ഹസ്ബൻഡിന് സർജറി ഡേറ്റ് തന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങളടുത്ത് ഇവിടെ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ഫെബ്രുവരി 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ പോയി എല്ലാ ദിവസവും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെയും ഹസ്ബൻഡ് യൂറോളജിസ്റ്റിനെയാണ് കാണിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് ഡേറ്റ് മാർച്ച് 4-ാം തീയതി തരുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ഒരു ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഹസ്ബൻഡിന് കൗണ്ട് നോർമലാണ്, ഹസ്ബൻഡിന് സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് സിസ്റ്റം ഉണ്ട്, ഫൈബ്രോയിഡും ഉണ്ടെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല വലിയ സിസ്റ്റും ഫൈബ്രോയിഡുമാണ്, സർജറി ഇല്ലാതെ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ എനിക്ക് സർജറിയുടെ ഡേറ്റ് തന്നു. ഏപ്രിൽ 23 ഡേറ്റ് തന്നത്. അങ്ങനെ ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സർജറിക്ക് മുൻപേ ഇവിടെ ജോസഫ് അച്ഛനെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയായിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ എനിക്ക് കിട്ടി. അതിനുശേഷം വീട്ടിൽ പോയി ഞങ്ങൾ 23 ആയിരുന്നു സർജറി ഡേറ്റ് തന്നത്. തിങ്കളാഴ്ച, ഞായറാഴ്ച ആയപ്പോൾ എനിക്കൊരു ചുമയും പനിയും ഒക്കെ വന്നു. എവിടെ നിന്നാണ് വന്നതെന്നും അറിയില്ല. ഞാൻ വീട്ടിൽ ഭയങ്കര ക്വാറൻറ്റൈൻ ആയിരുന്നു. സർജറിക്ക് പോകണമെന്ന രീതിയിൽ ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയപ്പോൾ ഒരു ചുമയും ബുദ്ധിമുട്ടും ഒക്കെ വന്നായിരുന്നു. എന്നാലും തിങ്കളാഴ്ച ആയപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് സർജറിക്ക് വേണ്ടി എന്ന രീതിയിൽ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അനസ്തീഷ്യ ഡോക്ടർ കണ്ടപ്പം പറഞ്ഞു സർജറി ചെയ്യാൻ പറ്റില്ല, ഇപ്പം ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിട്ടയച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് ആൻറ്റിബയോട്ടിക് എടുത്തൊക്കെ നോർമലായപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തൈറോയ്ഡ് കൂടുതലാണ്. അങ്ങനെ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുത്തു. അതിനുശേഷം ഒരു ജൂൺ ആയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡും കൂടെ കുഞ്ഞുങ്ങളെ കിട്ടാത്തതുകൊണ്ട് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അങ്ങനെ ജോസഫ് അച്ഛനെ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ജോസഫ് അച്ഛൻ സൈറ്റ് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ രണ്ടുപേരും അത് കുരിശ് രൂപം വരയ്ക്കുകയും ചെയ്തു. പിന്നെ ജോസഫ് അച്ഛൻ ഒരു കാശ് രൂപം തന്നായിരുന്നു. അത് ഞങ്ങളുടെ ബെഡിൽ വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂണിലും എനിക്ക് തൈറോയ്ഡ് അപ്പോഴും തൈറോയിഡിൻ്റെ ഗുളിക എടുത്തെങ്കിലും തൈറോയ്ഡ് നോർമലിലൊന്നും താഴ്ന്നു പോയി അടുത്ത്. അപ്പം വീണ്ടും അടുത്ത് തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിൻ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ജൂലൈക്ക് ആയപ്പം തൈറോയ്ഡ് നോർമലായി. അപ്പോൾ അടുത്ത സർജറിക്ക് ഡേറ്റ് വാങ്ങാൻ പോയ സമയമായപ്പോഴത്തേക്കും എനിക്ക് അന്ന് പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർഡിൽ നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ആദ്യം പോയി കാണിച്ചത്, ഹോസ്പിറ്റലാണ് ആദ്യം പോയി കാണിച്ചത്. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പം എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ട് ഗൈനക്കോളജിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഗൈനക്കോളജിൽ റെഫർ ചെയ്തപ്പം ഗൈനക്കോളജിലെ ഡോക്ടർ പറഞ്ഞു 34 ഇതുപോലെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് എൻ്റെ കയ്യിലുള്ള ഫൈബ്രോയിഡും ഭയങ്കരമായിട്ട് വളരുമായിരുന്നു. ഏകദേശം 12 സെൻറ്റിമീറ്റർ വരെ ഉണ്ട് സൈസ്. അപ്പം ഗൈനക്കോളജിലെ ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും 34 ആഴ്ചയാകുമ്പോൾ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും, കുഞ്ഞിനെ പുറത്തെടുത്ത് NICയിൽ വെക്കേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ 34 ആഴ്ചയായപ്പോഴും മാഡം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ 36 ആഴ്ചയായപ്പോൾ മാഡം പറഞ്ഞു ഇനി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും മാഡത്തിന് നോക്കിയിട്ട് ഒരു പ്രശ്നവും കാണുന്നില്ല. കാരണം സിസേറിയൻ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം വേണമല്ലോ. പക്ഷേ എനിക്കങ്ങനെ വേറെ പ്രശ്നമോ വേദനയോ അങ്ങനെയൊന്നും വരില്ല, ഫൈബ്രോയിഡിൻ്റെ പെയിൻ അങ്ങനെയൊന്നും വരുന്നില്ല. അങ്ങനെ മാഡം ഓരോ ആഴ്ചയും നീട്ടി വയ്ക്കുകയായിരുന്നു. അങ്ങനെ 38 ആഴ്ചയും 6 ദിവസവും ആയപ്പോഴത്തേക്കും മാഡം വെറുതെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറവായിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞു നമുക്ക് എന്തായാലും സിസേറിയൻ ചെയ്യാം എന്ന രീതിയിലോട്ടായി. പിന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ വച്ചിരുന്നതും എനിക്ക് സിസേറിയൻ ചെയ്ത് ഫൈബ്രോയിഡിലൂടെ കുഞ്ഞിനെ ഫൈബ്രോയിഡും മാറ്റി കുഞ്ഞിനെയും പുറത്തെടുക്കണമെന്നായിരുന്നു എൻ്റെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാഡം 38 ആഴ്ച 6 ദിവസം ആയപ്പോഴത്തേക്കും സിസേറിയൻ ചെയ്തു. മാഡം ഒരു ക്രിസ്ത്യനാണ്. മാഡം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ടാണ് വരാറ്. അപ്പം മാഡം ആണെങ്കിൽ അന്ന് വരാൻ ചെറുതായിട്ടൊന്ന് ലേറ്റായി. അപ്പോൾ അതായത് ലോക്കൽ അനസ്തീഷ്യ തരണതിന് വരെ എനിക്ക് ജനറൽ അനസ്തീഷ്യ തന്നു അനസ്തീഷ്യ ഡോക്ടർ. അപ്പോൾ മാഡം വന്നപ്പോൾ ഞെട്ടിപ്പോയി. അപ്പം മാഡം ആദ്യം പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നു. കുഞ്ഞിനെ പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റി. അതിനുശേഷം മാഡം പറഞ്ഞത് ജനറൽ അനസ്തീഷ്യ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയതാണ്. ലോക്കൽ അനസ്തീഷ്യ ആയിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് എഫക്റ്റ് പറഞ്ഞ് എണീക്കുമായിരുന്നു. ജനറൽ അനസ്തീഷ്യ ആയതുകൊണ്ട് എനിക്ക് ഒരു ഫൈബ്രോയിഡല്ല 4 ഫൈബ്രോയിഡാണ് ഉണ്ടായിരുന്നത് വയറിൻ്റെ. അത് കീറിയ മുറിച്ച സിസേറിയൻ ചെയ്തപ്പോഴാണ് മനസ്സിലായി 4 ഫൈബ്രോയിഡ് ഉണ്ടെന്ന്. അതുപോലെ സിസ്റ്റ് പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റ് പൊട്ടിയ സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക്, പക്ഷേ എനിക്കങ്ങനെ വേദനയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു, ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട്. അങ്ങനെ മാഡം അതൊക്കെ റിമൂവ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ICUലായിട്ടായിരുന്നപ്പോൾ മാഡം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു അഭയദൈവം സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ എന്ന് മാഡം ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അന്ന് ജോസഫ് അച്ഛൻ വന്നപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം അടുത്ത് കുഞ്ഞിനെയും കൊണ്ടേ വരുവുള്ളൂ എന്ന്. ഇന്ന് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടാണ്. എസ്തർ മറിയം എന്നാണ് പേര്. അതാണ് കുഞ്ഞ് 7 മാസമായി. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. ഡെലിവറിയുടെ സമയത്ത് തന്നെ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ
എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി, എക്സാം പാസ്സാവുകയും ചെയ്തു. എക്സാം പാസ്സായി പിന്നെ 6 മാസമായപ്പോൾ NHMൻ്റെ കീഴിൽ എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിൻ്റെ പേരിൽ എനിക്ക് ജോലി, കോൺട്രാക്ട് ബേസിലാണ് ജോലി കിട്ടി. അതിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോൺസി ജോണി. ഞാൻ ആർമിയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂൺ 25-നാണ് എടുത്തത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് 3 വർഷത്തിന് ശേഷം ഞാൻ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി 2 വർഷത്തോളം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടും എനിക്കൊരു നോർമലി കൺസീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ റൈറ്റ് സൈഡിൽ ഫെലോപ്പിയൻ ട്യൂബിന് ബ്ലോക്ക് ഉണ്ട്. പിന്നെ പ്രഗ്നൻസിക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺ അതെൻ്റെ ശരീരത്തിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊരു നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി പോസിബിൾ അല്ല എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവർ കുറേ ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞു, ചികിത്സകൾ പറഞ്ഞു തന്നു. IUI ട്രീറ്റ്മെൻറ്റ്, IVF എല്ലാം പറഞ്ഞു. ഞാനതിൽ 2 IUI ചെയ്തു. അതിൽ ആദ്യത്തെ IUI ഫെയിലായി. സെക്കൻഡ് IUI ചെയ്തു. അത് എനിക്ക് എൻ്റെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് പോകാൻ പറ്റിയില്ല. അതൊരു 4 വീക്സ് ആയപ്പോഴത്തേക്കും തന്നെ അത് അബോർഷനായി. അതിനുശേഷവും ഞാൻ ഒത്തിരി ടാബ്ലറ്റ്സ് എല്ലാം എടുത്തു. പിന്നെ കുറേ ബോഡി വീക്കാവാൻ തുടങ്ങി. ഏകദേശം ഒരു 2 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നിട്ടും എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയില്ല നോർമലി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ ആയിരിക്കും, അപ്പോൾ കുഴപ്പമില്ല, ഞാൻ മുന്നോട്ടിങ്ങനെ പോകാം. ഒരു കുഞ്ഞുങ്ങളില്ലാത്ത എത്ര ദമ്പതികളുണ്ട്, അങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെയും വിചാരിച്ചു എന്നാലും കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ കൈവിടാതെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്നു. നോർമലി ദൈവം മാതാവ് തരുവാണെങ്കിൽ തരട്ടെ, അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞു. ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ഞാനിവിടെ വരുന്നതിന് ഒരു 3 മാസം മുന്നേ ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ നിർത്തി. ഒന്നും വേണ്ട, കാരണം കുറേ വർഷമായല്ലോ ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഇനി പ്രാർത്ഥിച്ച് മാതാവിലൂടെ അമ്മ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ തരും എന്നൊരു വിശ്വാസത്തോടെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ വന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 25-ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി, ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ ഞാൻ 3 മാസം, എൻ്റെ ഉടമ്പടി തീർന്നു. 3 മാസത്തെ ഉടമ്പടി എടുത്ത്, ഉടമ്പടി കഴിഞ്ഞ് പിന്നത്തെ നെക്സ്റ്റ് മന്ത് 4th മന്തിൽ എൻ്റെ UPT പോസിറ്റീവായി. അപ്പോൾ UPT പോസിറ്റീവായി. പിന്നെ അതിലൊരു സ്കാൻ, ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യാനേ പറ്റത്തുള്ളൂ, കാരണം ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ടുള്ള ഇടയ്ക്കുള്ള അബോർഷൻസൊക്കെ, അതുകൊണ്ട് അവർ സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ടേ നമുക്കതൊരു കൺഫർമേഷനായിട്ട് പറയാൻ പറ്റൂ, ഹെൽത്തി ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ്, തൈലം, തിരികളെല്ലാം തന്നെ വെച്ച് മുടങ്ങാതെ ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. മൂത്തവനുണ്ട്, അവനും ഉണ്ടായിരുന്നു, അവനും പ്രാർത്ഥിക്കുമായിരുന്നു. തിരിയെല്ലാം കത്തിച്ച് ബൈബിൾ വായിക്കുമായിരുന്നു. എനിക്ക് ഡ്യൂട്ടീൻ്റെ ഇടയിൽ പോലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു, ഒരുങ്ങി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിൽ അത് ഓക്കെ ആയി, കുഴപ്പമില്ല, ഹെൽത്തിയാണ്, മുന്നോട്ട് പോവാൻ ഹാർട്ട് ബീറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു അത്ഭുതം മാതാവ് എനിക്ക് തന്നു കൃപാസനത്തിലൂടെ. അതുവഴി ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്, ഇതാണ് എൻ്റെ രണ്ടാമത്തെ എൻ്റെ മാതാവ് എനിക്ക് തന്ന അത്ഭുതം. ഇവന് ഈ വർഷം ജൂൺ 5-ാം തീയതിയാണ് ഇവൻ ഉണ്ടായത്. ഇപ്പോൾ അവന് 5 മന്ത്സായി. ഇവൻ്റെ പേര് നെയ്തൻ ജോണാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്, അതായത് ദൈവം തന്നൊരു സമ്മാനമാണ് ഇവന്. അപ്പോൾ എനിക്ക് കൃപാസനത്തിലൂടെ മാതാവ് എനിക്ക് തന്ന അത്ഭുതം അത് തന്നെയാണ് ഇവൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവിനോട്, മാതാവെ ഞങ്ങൾ ഇവിടെ വന്ന്
കുഞ്ഞുമായിട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവിന് ഞാൻ നന്ദി പറയും. ഇവിടെ വന്ന് അൾത്താരയിൽ വന്ന് അന്ന് ഞാനിവിടെ ഒന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഒരു ദിവസം കുഞ്ഞിനെയും പിടിച്ചിവിടെ നിന്ന് ഈ അൾത്താരയിൽ നിന്ന് ഞാനും സാക്ഷ്യം പറയുമെന്ന്. അതേപോലെ സംഭവിച്ചു. ഈ ഒരു ദിവസം അതേപോലെ എനിക്കും എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് അവനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത്രയും നേരം അവൻ കരയുമായിരുന്നു, ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല. മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. എനിക്കിതെല്ലാം പറയാൻ പറ്റി, അല്ലെങ്കിൽ അവന് കരയും. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവൻ എനിക്ക് പറയാനുള്ളത് ഒരു അത്ഭുതമായിട്ട് തന്നു. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ മാതാവിനെ പറ്റി എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ എല്ലാവരും എനിക്കിതിൽ നിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക. മാതാവ് എന്തായാലും, മാതാവ് വഴി നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരും. അത് ചിലപ്പം ഇന്ന് കിട്ടില്ല, നാളെ കിട്ടില്ല, കുറച്ച് സമയം വൈകിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും കിട്ടും. അതിനുള്ള ഒരു തെളിവാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഇവൻ. അതുകൊണ്ട് ആരും വിഷമിക്കരുത്. എല്ലാവർക്കും മാതാവ് എന്തായാലും എല്ലാ സഹായവും എല്ലാ അനുഗ്രഹങ്ങളും തരും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും അതുപോലെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും പറ്റുന്നത് പോലെ ഇവിടെ വരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവനെയും കൊണ്ട് ഇവന് ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതിന് മുന്നേയൊക്കെ അടുത്തുള്ള വീട്ടിൽ രോഗിയായിട്ട് കിടക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ആരുമില്ല, മകൻ മാത്രമാണുള്ളത്. മകൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം മകനാണ് നോക്കുന്നത്, കല്യാണം പോലും കഴിക്കാണ്ട് മകനാണ് നോക്കുന്നത്. മകൾ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ മെൻ്റലി കുറച്ച് ചലഞ്ചഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിക്ക് നോക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവന് ഉണ്ടായി കഴിയുമ്പം ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം പള്ളി വഴി ചെയ്യാമെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നേർച്ചകളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അഗതി മന്ദിരത്തിൽ സഹായങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ കാരുണ്യം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശ്വാസം വന്നു. ഞാൻ എപ്പോഴും ഈശോ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം ദൈവം കേൾക്കുന്നുണ്ടല്ലോ, ആര് വഴിയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്കാണല്ലോ എത്തുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് മാതാവിലേക്ക് ഒത്തിരി, മാതാവ് എന്തായാലും ഒരു ശക്തിയുണ്ട് മാതാവിന്. അപ്പോൾ ഇപ്പം ഞാൻ മാതാവ് ഈശോ രണ്ടുപേരും ഒരേപോലെയായിട്ട് നിൽക്കുന്നു. മാതാവിലേക്കാണ് കുറച്ചും കൂടിയും എനിക്ക് ഒരത്ഭുതം തന്നതുകൊണ്ട് മാതാവിലേക്കാണ് കൂടുതലായിട്ട് എനിക്കൊരു ഉള്ളത്, വിശ്വാസമുള്ളത്. മാതാവ് ഈശോ രണ്ടുപേരും. പക്ഷേ ഇങ്ങനെ ഒരു അത്ഭുതം തന്നതിൽ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും. ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ പ്രാർത്ഥന, അതായത് പള്ളിയിൽ കുറച്ചും കൂടിയൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥനകളിൽ അതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റം. കൂടുതൽ ദൈവത്തോട് അടുക്കാനും മാതാവിനോട് കൂടുതൽ കൊന്തയൊക്കെ ചെല്ലാൻ വേണ്ടി എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ എത്ര 10 നന്മ നിറഞ്ഞ ചെല്ലിയില്ലെങ്കിലും പറ്റുന്നത് പോലെ ടൈം അനുസരിച്ച് ഞാൻ ചെല്ലാനൊക്കെ ശ്രമിക്കുന്നു. കൊന്ത കയ്യിൽ ആദ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, കൊന്ത എപ്പോഴും കയ്യിലൊന്നും പിടിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം മാക്സിമം എൻ്റെ ബാഗിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിലുണ്ടാവും കൊന്ത. ഞാൻ മറക്കാതെ ഞാനത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. ആദ്യത്തിനേക്കാട്ടിലും ഇപ്പം ഞാൻ കൂടുതൽ മാതാവിനോട് അടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാതാവിനെ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയും. ഞങ്ങളുടെ കുടുംബം എല്ലാവരും നന്ദി പറയുന്നു.